നമസ്കാരം. ശബരിമല പ്രശ്നം കോൺഗ്രസിന് വോട്ട് നേടിക്കൊടുക്കും എന്ന ആശങ്കയിൽപ്പെട്ടിരിക്കുന്നു CPM. BJP ക്ലച്ച് പിടിക്കില്ലെന്നും CPM കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ നേരിടാൻ പഴയ കോലീബി സഖ്യം പൊടി തട്ടിയെടുക്കുകയാണ് പാർട്ടി. RSSുമായി കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിൽ എന്നാണ് CPMന്റെ കണ്ടെത്തൽ. RSSനെ പറ്റി പറയുന്നതിൽ ഒരു ഗുണമുണ്ട്. ആരും നേർക്കുനേർ വന്ന് നിഷേധിക്കുകയോ വാക്പോരിന് വരികയോ ചെയ്യില്ല. RSS അത്തരമൊരു സംഘടനയല്ലല്ലോ. BJPക്കാർ എന്തു പറഞ്ഞിട്ടും കാര്യവുമില്ല. അപ്പോൾ CPM പറയുന്നത് അവിടെ കിടക്കും. കൂടുതൽ പേരിലെത്തും, വിശ്വാസ്യത പതുക്കെ പതുക്കെ കൈവരിക്കും. അതിനാണ് കോടിയേരി തന്നെ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ 5 മണ്ഡലങ്ങളിൽ ദുർബലരെ ഇറക്കാൻ RSS നിർദ്ദേശിച്ചെന്നാണ് കോടിയേരിയുടെ കണ്ടെത്തൽ. പകരം കുമ്മനത്തെ ജയിപ്പിച്ചു കൊടുക്കണം. ഇന്നലെ വരെയുള്ള വായ്ത്താരി വട്ടിയൂർക്കാവിൽ താമര വിരിയിക്കാനാണ് മുരളിയെ വടകരയ്ക്ക് അയച്ചത് എന്നായിരുന്നു. ജയരാജൻ പരാജയപ്പെടും എന്നാണല്ലോ അതിനർത്ഥം. അങ്ങനെ ഒരു പ്രചാരണം മുറുകിയാലുള്ള ഭവിഷ്യത്ത് ഇന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കളം ഒന്ന് മാറ്റിപ്പിടിക്കുന്നത്. കുമ്മനത്തിന് തിരുവനന്തപുരം താലത്തിൽ വെച്ചു കൊടുക്കുന്നു എന്നാണ് പുതിയ ആക്ഷേപം. തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ ബലി കഴിച്ചുള്ള കളി കോൺഗ്രസ് കളിക്കുമെന്ന് കോടിയേരി ആരെയാണ് വിശ്വസിപ്പിക്കാൻ മിനക്കെടുന്നത്? കോലീബി സഖ്യം കോടിയേരി ഉയർത്തുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളെ ഒരുപോലെ കയ്യിലെടുക്കാനോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, കോലീബി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് വക്താവും മുൻ MLAയുമായ ജോസഫ് വാഴക്കൻ, BJP മുഖ്യ വക്താവ് B ഗോപാലകൃഷ്ണൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. കോലീബിയിൽ കഴമ്പുണ്ടോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എന്തുകൊണ്ടാണ് 5 മണ്ഡലങ്ങളിൽ NDA ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അത് കോൺഗ്രസിന് വിജയിക്കാനുള്ള ഒരു വഴിയാണ് എന്നും അതിന് പകരമായി കുമ്മനത്തെ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് കോൺഗ്രസ് ധാരണയിലെത്തിയിട്ടുണ്ടെന്നും ഉള്ള ഗുരുതരമായ ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുന്നത്? ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏതൊരു ചെറിയ നീക്കവും വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പാർട്ടിയാണ് എന്ന ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ വടകരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിയായാലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും ഒക്കെ സമീപിച്ചിരിക്കുന്നത് പരാതിയുമായി. അതായത് ഒരു തെറ്റിദ്ധാരണയും വോട്ടർക്കുണ്ടായിക്കൂടാ, അങ്ങനെ ജനവിധിയെ അട്ടിമറിച്ചുകൂടാ. അത്ര ജാഗ്രതയുള്ള നിങ്ങൾ ഗൗരവതരമായി ത്രികോണ മത്സരം നടക്കും എന്ന് കരുതപ്പെടുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 കക്ഷികൾ സഖ്യകക്ഷികളാണ് എന്ന നിലയിലുള്ള ആക്ഷേപം ഉയർത്തുന്നത് എന്തടിസ്ഥാനത്തിൽ? ഈ 2 കക്ഷികളുടെയും രാഷ്ട്രീയ നയം നിലപാട് ഒന്നാണ്. CPMനെതിരായി ഒരു നിലപാടാണ് ഇവർക്ക് 2 കൂട്ടർക്കും ഉള്ളത്. ഞങ്ങൾ അവരുടെ നിലപാടിനെയാണ് എതിർക്കുന്നത്. ഞങ്ങൾ തോൽക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം, BJPയുടെ അഭിപ്രായം. എന്നാൽ ഞങ്ങളാണ് ഒരു ബദൽ നയം, ബദൽ നിലപാട് ഉള്ളത്. BJPയുടെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ നിലപാടിന്, സാമ്പത്തിക നിലപാടിന്, നയപരമായ മറ്റു കാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത നിലപാടുള്ളത് CPMഉം ഇടതുപക്ഷ മുന്നണിയുമാണ്. ആ CPM ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു പൊരുത്തം വരും. അത് നേരത്തെ ഉള്ളതാണ്, ഇപ്പോഴും ഉള്ളതാണ്, ഇനിയും അത് തന്നെ ആയിരിക്കും അവരുടെ നിലപാട്. അതുകൊണ്ടാണ് അവർ തമ്മിൽ യോജിപ്പ് വരുന്നത്. അതിന് അവരെന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. കോലീബി സഖ്യം, RMPയുമായിട്ടുള്ള സഖ്യം, ഇതെല്ലാം ഉണ്ടാക്കും. അവരുടെ പൊതു ശത്രു ഇടതുപക്ഷ മുന്നണിയാണ്. ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കാനുള്ള, അതുകൊണ്ടാണ് ഞങ്ങളതിനെ ഷാർപ്പായി ജനങ്ങളെ ബോധ്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തികൾ തമ്മിലുള്ളൊരു മത്സരമായി ഞങ്ങളിതിനെ കാണുന്നില്ല. ആരെങ്കിലും ഒരാൾ BJPയുടെ ഒരു ശ്രേഷ്ഠൻ വന്നു, കോൺഗ്രസിന് ഒരു ശ്രേഷ്ഠൻ വന്നു, അതുകൊണ്ട് എന്തോ സംഭവിക്കും എന്നുള്ളതല്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ജനവിഭാഗങ്ങൾ, ഇപ്പുറത്ത് അതിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായി ഇപ്പുറത്ത് LDF നിർത്തുന്ന സ്ഥാനാർത്ഥി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട്. LDF നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിമാഹാത്മ്യമല്ല ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ഇടതുപക്ഷങ്ങളുടെ നയവും
നടപടികളും അതിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളുമാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ആ നില പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെയും ബി ജെ പിയെയും സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ധനികവർഗ താല്പര്യം, ഭൂപ്രഭുവർക്ക് താല്പര്യം, വർഗീയ ശക്തിയുടെ താല്പര്യം, അഴിമതി നടത്താനുള്ള താല്പര്യം, ഇതാണ് അവർ മുഖമുദ്രയായിട്ട് ഉയർത്തിക്കാട്ടുകയും അവർ അനുവർത്തിച്ചു വരുന്നത്. തെരഞ്ഞെടുപ്പ് നന്നായി ചൂടുപിടിക്കുന്ന ഘട്ടം വരുമ്പോൾ ഉമ്മൻചാണ്ടി നിങ്ങളെ മുൻപും കുഴപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മത്സരം UDFും BJPയും തമ്മിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമാനമായൊരു പരാമർശം അദ്ദേഹം കഴിഞ്ഞ ദിവസം തരൂരിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടും പറഞ്ഞു. തൊട്ട് പിന്നാലെയാണ് നിങ്ങളുടെ പരിഭ്രമത്തോടെയുള്ള ഈ എതിർവാദഗതി വന്നിരിക്കുന്നത്. കോടിയേരി തന്നെ ഇറങ്ങിപ്പുറപ്പെട്ട് അത് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ ഉമ്മൻചാണ്ടി പറഞ്ഞത് കേരളത്തിലെ മത്സരം UDFും BJPയും തമ്മിലാണ്. മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന ദുഷ്ടലാക്ക് മാത്രമാണ് ഈ കാര്യത്തിൽ CPMനുള്ളത്. അതുകൊണ്ട് സമ്മതിദാനാവകാശം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് കാക്ഷിക്കുന്ന എല്ലാവരും ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണം. തിരുവനന്തപുരത്താണ് ആ ഘോഷണമുണ്ടായത്. അതിൻ്റെ അലയൊലിയാണോ ശ്രീ ആനത്തലവട്ടം താങ്കൾ കൂടി പങ്കെടുക്കുന്ന ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് തലപുകച്ച് ഇത്തരമൊരു കഥ മെനഞ്ഞുകൊണ്ടുവന്നിരിക്കുന്നത്? അല്ലല്ലോ, ഉമ്മൻചാണ്ടി പറയുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഈ BJP എന്ന് പറയുന്നത് കടലാസ് പുലിയാണ്. കേരളത്തിൽ BJP ഒരു സീറ്റിലും ജയിക്കാൻ പോണില്ല. ഇവിടെ UDFും LDFും തമ്മിലാണ് മത്സരം. ഇപ്പൊ ഉമ്മൻചാണ്ടി ഞങ്ങൾ പറഞ്ഞതിനെ ആവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് സാർ? നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് BJPയുടെ B ടീമാണ്. ഈ കോൺഗ്രസിലെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, എല്ലാവരും BJPക്കാരായി പോവുകയാണ്. കോൺഗ്രസിൽ ആർക്കും ഇനി ഭാവി സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ആരാണ് ദുർബലനെന്നും ആരാണ് ബലം വെച്ച് വരുന്നതെന്നും വ്യക്തമാക്കി കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങളോട് കഴിഞ്ഞ കുറച്ച് നാളുകളായി. ഇപ്പോൾ നിങ്ങൾ വീണ്ടും പറയുകയാണ് അങ്ങനെയല്ല, BJP കടലാസ് പുലിയാണ്, കോൺഗ്രസിനാണ് ശക്തി, കോൺഗ്രസ്സാണ് ഞങ്ങളുമായി ഏറ്റുമുട്ടുന്നത്, പക്ഷേ കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ BJPയും കൂടെ ചേർന്നുള്ള ഒത്തുകളി വേണം. ശരി, ആനത്തലവട്ടം നാം ആഗ്രഹിക്കുന്ന അതേ രൂപത്തിൽ സമവാക്യങ്ങൾ ഇങ്ങനെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കാം ഒരു പാർട്ടിക്ക്. പക്ഷെ സാമാന്യ ബോധമുള്ളവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്കുള്ള കൽപ്പിത കഥകളായി അത് അതപ്പതിക്കരുത്. വേണുവിനെങ്ങനെ ഈ തെറ്റിദ്ധാരണ വരുന്നത്? ഈ BJP എപ്പോഴെങ്കിലും കേരളത്തിൽ ശക്തമാണെന്ന് ഏതെങ്കിലും മാർക്സിസ്റ്റുകാരൻ പറഞ്ഞിട്ടുണ്ടോ? ഒരേ ആളുകൾ BJP എന്തോ വലിയ കടലാസ് പുലിയായിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുകയല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്ന ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം. BJP കേരളത്തിൽ കോൺഗ്രസ് BJPയുടെ B ടീമാണ്. അതിനേക്കാൾ ശക്തമായി നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളത് കോൺഗ്രസിനെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിവൃത്തിയില്ല കോൺഗ്രസ് എത്തി നിൽക്കുന്ന പതനം ആലോചിക്കുമ്പോഴെന്ന്. സാർ, ആരെങ്കിലും ഒന്ന് നിബന്ധിച്ചാൽ അതിൽ ചവിട്ടി മറ്റൊരാൾ കയറി വരണമല്ലോ. ആ കൂട്ടരെ ഇപ്പോൾ നിങ്ങൾ കടലാസ് പുലിയെന്ന് വിളിക്കുന്നു. നേരത്തെ കോൺഗ്രസിനെ അതിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആ ഘട്ടത്തിൽ അങ്ങേയറ്റം ദുർബലമായിരിക്കുന്നു, ഏത് നിമിഷവും അന്ത്യശ്വാസം വലിക്കാം എന്ന ചിത്രീകരണം നടത്തുന്നു. ഇത് രണ്ടും നിങ്ങളുടെ വൈത്താരികളാണ്. ഇതിൽ ഏതെടുക്കണം ഏതെടുക്കണ്ട എന്ന് തരാതരം നിശ്ചയിക്കാനുള്ള അവസരം ഓരോരോ ഘട്ടത്തിലെ പ്രസ്താവനകളിലൂടെ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകപക്ഷീയമായി ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമല്ല കേരളത്തിലെ വോട്ടർമാർ. ഞങ്ങൾ കേരളത്തിലെ വോട്ടർമാരെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള നിലപാട് ദേശീയ തലത്തിലായാലും ശരി കേരളത്തിലായാലും ശരി അവർ കോൺഗ്രസ്സായി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അവസരവാദ രാഷ്ട്രീയമാണ്. ഇവിടെ നിന്നാൽ രക്ഷയില്ലെങ്കിൽ അപ്പുറത്ത് BJPയിലേക്ക് ചാടുന്നു. ദിനംപ്രതി അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് ഞങ്ങൾ ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് ജയിക്കാൻ പോണില്ല, കോൺഗ്രസ് പോയിട്ട് ഗുണവും ഉണ്ടാവില്ല. ഇവിടെ കോൺഗ്രസിനെ മനസ്സിലാക്കുന്ന ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, ഇവരവിടെ തന്നെ നിൽക്കില്ല. ഇവർ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഇവിടെ നിന്ന് ജയിച്ചു പോകണ്ടേ? ഇവരുടെ ഈ നിലപാട്, അവസരവാദപരമായ നിലപാട് കേരളത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരു ഇന്ത്യ മഹാരാജ്യത്ത് BJP താഴെ ഇറക്കി ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ അതിന് കേരളത്തിലെ ഇടതുപക്ഷത്തിന് കൂടി നല്ല നിർണായകമായ പങ്കുണ്ടാവണം. ആ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പങ്കുണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് എവിടെ നിന്നാണ് ജയിച്ചു പോയി ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയാതെ ഇവർ പറയുന്നതല്ലാതെ കേരളത്തിൽ BJPയുടെ B ടീം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് നിലനിന്ന് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന്?
കോൺഗ്രസ് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അതൊരു മതേതരത്വ അതൊരു BJP വിരുദ്ധ പ്രസ്ഥാനമായതുകൊണ്ടാണ്. അതൊരു BJP ബദൽ ആയതുകൊണ്ടാണ്. അതെന്താണ് അംഗീകരിക്കാൻ മതേതരത്വ അല്ല, അവർ BJP വിരുദ്ധ പ്രസ്ഥാനമല്ല. എങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ 282 സീറ്റിൽ ഇപ്പം ജയിച്ചാണല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. അതിൽ 100 MP-മാർ കോൺഗ്രസിന്റെ മുൻ MP-മാരോ മുൻ മന്ത്രിമാരോ ഗവർണർമാരോ മുഖ്യമന്ത്രിമാരോ ആണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനുശേഷം അങ്ങിപ്പോൾ പറയുന്നു കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് എന്ന്. സർ, മതേതര പാർട്ടി എന്നത് തന്നെയാണ് അതിനെ BJP വിരുദ്ധ പ്രസക്തി നൽകുന്നത്. നമുക്ക് തമ്മിലുള്ള ഒരു ഗുസ്തിയായിട്ടൊന്നും മാറേണ്ട. ഞാൻ അങ്ങിലേക്ക് വരാം സാർ. ശ്രീ ജോസഫ് വാഴക്കൻ, എന്തുകൊണ്ട് കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു? ആരുടെ ദൗർബല്യം മുതലെടുത്ത് കേരള നിയമസഭയിൽ ഒ രാജഗോപാൽ സന്നിഹിതനായിരിക്കുന്നു? ശ്രീ വാഴക്കൻ. അത് ഞങ്ങളുടെ ഒരു ഗതികേട്. ഞങ്ങളൊരു സഖ്യകക്ഷിയെ കൂട്ടത്തിൽ കൂട്ടിയിരുന്നു, നമ്മുടെ വീരേന്ദ്രകുമാറിനെ. അദ്ദേഹം കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് സ്വീകാര്യനല്ലാതെ വന്നു. അതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു അപകടമാണത്. മാത്രമല്ല, രാജഗോപാൽ ഒരു 10-12 പ്രാവശ്യം തിരുവനന്തപുരത്ത് പല സീറ്റുകളിലായി ലോക്സഭയിൽ ഒരുപാട് തവണ തോക്കി. ചില നിർണായക ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ഘടകകക്ഷികളുടെ ബലത്തിലും മറിച്ചും ഒക്കെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്, സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും വിജയിക്കുന്നതും ഒക്കെ. ഇപ്പം ഇന്നിപ്പോൾ കെ മുരളീധരൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വടകര ഒരു ശക്തമായ CPM മണ്ഡലമാണ്. എന്നാൽ 2009 ഒരു വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടായി. അതിന് കാരണമായി വന്നത് ഈ പറയുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന്, വീരേന്ദ്രകുമാർ അടക്കം ഇങ്ങോട്ടേക്ക് വന്നു. 2, TP വധത്തിന് അനന്തരം RMB എടുത്ത നിലപാട്. അതിലെ ഒരു കാലഗണനയിൽ തെറ്റുണ്ട് എങ്കിൽ RMBയുടെ നിലപാട്. അപ്പോൾ ഇത് രണ്ടും 2009 അവിടുത്തെ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാറ്റി എഴുതിയെന്ന് പറയുന്നു. അപ്പോൾ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്നവരായാലും മുന്നണിക്കകത്ത് നിൽക്കുന്നവരായാലും ഒക്കെ ഗുണപരമായ സ്വാധീനം ചെലുത്തുമ്പോൾ മാത്രം പ്രസക്തരായിരിക്കുകയും നിയമം ഒരു വലിയ ബാധ്യതയായിരുന്നു, ഒരു ദൗർബല്യമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാണ് സാർ? രാഷ്ട്രീയ മര്യാദകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ പാർട്ടിയെ മോശമായൊക്കെയല്ല സംസാരിച്ചത്. ആ പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥി ആ പ്രദേശത്തുകാരനായിരുന്നില്ല, ഒട്ടും സ്വീകാര്യതയില്ലാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. തൊട്ടടുത്ത് നിങ്ങളൊരു കാര്യം മറന്നു പോകരുത്. വട്ടിയൂർക്കാവിൽ CPM 3-ാം സ്ഥാനത്താണ്, പാലക്കാട് CPM 3-ാം സ്ഥാനത്താണ്, അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് CPM 3-ാം സ്ഥാനത്താണ്. എത്രയോ 3-4 സീറ്റുകൾ കേരളത്തിൽ 3-ാം സ്ഥാനത്താണ്. അക്കൗണ്ട് തുറന്നില്ല അവിടെ. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ഇവർ പറയുന്ന ഒരു എതിർന്യായം എന്ന് പറയുന്നത്, ഞങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവെച്ചതുകൊണ്ടാണ് അവിടെ BJP അക്കൗണ്ട് തുറക്കാഞ്ഞത്. ഇവിടെ നിങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവെക്കാഞ്ഞതുകൊണ്ട് ഇവിടെ BJP അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് നിയമത്തെ വ്യത്യസ്തമാക്കുന്നത്. അത്തരം ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ തുടർക്കഥയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ശ്രീ കോടിയേരി ഇന്ന് പറഞ്ഞിരിക്കുന്നതും ശ്രീ ആനത്തലോട്ട് ഇവിടെ ആവർത്തിക്കുന്നത്. അതായത് അന്ന് നിങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് BJP അക്കൗണ്ട് തുറന്നതെങ്കിൽ ഇന്നിപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ്റെ പാർട്ടി സ്വയം ദൗർബല്യം അഭിനയിച്ച് 5 സ്ഥലങ്ങളിൽ ദുർബലരെ വെച്ച് പകരം കുമ്മനത്തെ ജയിപ്പിച്ചെടുക്കാനുള്ള വിദ്യ കാട്ടുന്നു എന്നാണ് പറയുന്നത്. ഒരു പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു. പക്ഷേ അതല്ല മൊത്തത്തിൽ സംസാരിക്കേണ്ട വിഷയം. ഇന്ന് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ നിലനിൽപ്പിൻ്റെ ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങൾക്ക് നിലനിൽപ്പിൻ്റെ ഭീഷണിയൊന്നുമില്ല, രാജ്യം ഭരിക്കുന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയേ ഉള്ളൂ. രാജ്യം ഭരിക്കാൻ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടണമെന്നുള്ള ഒറ്റ ആവശ്യമേ ഉള്ളൂ. അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിലൂടെ കാണുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കൊണ്ടു നടന്ന അരുവാൾ ചിറ്റിക നക്ഷത്രം എന്ന അവരുടെ ചിഹ്നം, അവരുടെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെട്ടു പോകും. അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് 6 MLA-മാരെ നിർത്തി. ഇപ്പം നേരത്തെ ആനത്തലവട്ടം പറഞ്ഞല്ലോ, ഞങ്ങളുടെ നയങ്ങളാണ്, പരിപാടികളാണ്, വ്യക്തികൾ അതിനകത്ത് പ്രാധാന്യമില്ല. വ്യക്തികൾക്ക് പ്രാധാന്യമില്ല, പിന്നെ എന്തിനാ 6 MLA-മാരെ കൊണ്ടുവന്ന് നിർത്തിയത്? ഞാൻ ഒരു കാര്യം ഞങ്ങൾ സ്നേഹത്തോടെ പറയുന്നു, ഉമ്മൻചാണ്ടി ഇന്നലെ പ്രസംഗിച്ചത് ഒരിക്കലും CPM-നെ ഒരിക്കലും BJP-യെ സഹായിക്കാൻ വേണ്ടിയല്ല. തിരുവനന്തപുരത്തിൻ്റെ ചിത്രം നമുക്കറിയാം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും BJP-യും 3-ാം സ്ഥാനത്തായിരുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്.
കാരണം കഴിഞ്ഞ തവണ ഞങ്ങളുടെ ഭൂരിപക്ഷം കുറവായിരുന്നു. അതിനു മുമ്പ് ശ്രീ ശശി തരൂർ 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചതാണ്. അന്ന് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം വ്യക്തിപരമായ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന പല പ്രയാസങ്ങളും പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ 2 തവണയും BJP ഒരു തവണ കഴിഞ്ഞ രാമേന്ദ്രൻ നായർ നിന്നപ്പോൾ 1000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കഴിഞ്ഞ തവണ രാജഗോപാൽ വളരെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് ഇടതുപക്ഷ മുന്നണിയേക്കാൾ. അതുകൊണ്ട് ശ്രീ ദിവാകരനെ ഒരു നേർച്ചക്കോഴിയാക്കി അവിടെ ഇട്ട് കളയരുത്, അത് അപകടമുണ്ട് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. കാരണം BJPയും കോൺഗ്രസുമായിട്ടാണ് ഒരു മത്സരം കഴിഞ്ഞ് 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അങ്ങനെ ഒരു അപകടം അവർ 3ാം സ്ഥാനത്ത് വിടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ദിവാകരൻ കുറേ കൂടി ഒന്നെങ്കിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അവിടെ വന്ന വോട്ടുകൾ തല്ലി BJPയുടെ സാധ്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത്. ഈ ഒരു അപേക്ഷ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ദുഷ്ടലാക്കാണ് CPM-നും ഇടതുമുന്നണിക്കും ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആരെ ബലവാനായും ആരെ ദുർബലരായും കാണുന്നു എന്ന രാഷ്ട്രീയ സന്ദേശമല്ലേ അതുവഴി വരുന്നത്? അല്ല, അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേണിൻ്റെ രീതി അനുസരിച്ച് സംസാരിച്ച് അങ്ങനെ നമുക്ക് പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സത്യമായിട്ട് പറയണ്ടേ? അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിങ്ങിൻ്റെ ആ രീതിയും ആ വോട്ടിങ്ങിൽ കിട്ടിയ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിൻ്റെ വിഹിതവും വെച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരോട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തോടെ സംസാരിക്കണം. അപകടമാണത്, വളരെ അപകടമാണ്. BJP ശ്രദ്ധിക്കണം. അത് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു. അത് ജനങ്ങളോട്, തിരുവനന്തപുരത്തെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു. ഈ വർഗീയ പ്രസ്ഥാനത്തെ ഈ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ ഈ CPM ആണോ ഈ രാജ്യത്ത് BJPക്കെതിരെ RSSനെ പോരാടുന്നത്? വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാതെ 29 സ്റ്റേറ്റിൽ ഇവിടെ മാത്രമുള്ള ഈ പാർട്ടി വർത്തമാനം പറയുന്നു. ഞങ്ങളിവിടെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി CPM നിലനിൽക്കണമെന്ന ആഗ്രഹം, നിങ്ങളുടെ ചിഹ്നവും പോകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുമായിട്ടാണ് കേരളത്തിൽ മത്സരം നടക്കേണ്ടതെന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു ചെറിയ അപകടമുണ്ട്, ഒരു കാരണവശാലും BJP അവിടെ ജയിച്ചു വരാൻ അനുവദിക്കരുത് എന്ന് ജനങ്ങളോട് ഞങ്ങൾ ആഹ്വാനം കൊടുക്കുന്നു. അതൊരു അപകടം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയേണ്ടതായിട്ടില്ലേ? അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? ശരി, അക്കാര്യത്തിൽ നിങ്ങളും സഹകരിക്കണം എന്നുകൂടി ഞങ്ങൾക്ക് ഒരുപക്ഷെ ഞാനിപ്പോൾ അപേക്ഷിക്കുകയാണ്. ശരി, അതുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ അത് എന്തൊക്കെ ശ്രമിച്ചാലും ഒരിക്കലും BJPക്ക് അക്കൗണ്ട് തുറക്കാനാവില്ല. അത് 100% അത് ഉറപ്പായ കാര്യമാണ്. അതിനൊന്നും കഴിയുന്ന രീതിയും അതിനുള്ള കെൽപ്പൊന്നും BJPക്ക് ഒന്നുകൂടെ ഒരു നൂറ്റാണ്ട് കൂടെ കഴിയേണ്ടി വരും കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ. അത് താഴോട്ട് തന്നെയാണ് വളരുന്നത്. അത് വളരാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരങ്ങളൊക്കെ കഴിഞ്ഞു. ശരി, ശ്രീ വഴക്കൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ B. ഗോപാലകൃഷ്ണൻ, നാളെയാണ് അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരിക. ആരൊക്കെ പിന്മാറി എന്നതിനകത്ത് പോലും ഒരു ഏകദേശ ഉറപ്പേ വന്നു കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ 5 മണ്ഡലങ്ങളിലെ ദുർബലന്മാരാരൊക്കെയെന്ന് CPM പറയുകയാണ് ഉത്തരവാദിത്വത്തോടെ. അങ്ങനെ ദുർബലരുടെ ഒരു നിരയെ തന്നെ അണിനിരത്തുന്നത് എന്തുകൊണ്ട് എന്ന താല്പര്യവും CPM തന്നെ ജനങ്ങളോട് പറയുകയാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതാ ഇവിടെ ഒത്തുകളി നടക്കുകയാണ്, മാച്ച് ഫിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് വോട്ടർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കോടിയേരിയിൽ നിന്ന് സ്വയം ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ നിയമത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ ഒരു ചതിവാണ് സംഭവിച്ചിരിക്കുന്നത്. അവിശുദ്ധ ബന്ധത്തെ തുറന്നു കാട്ടിയ സന്ദർഭങ്ങളിലൊക്കെ 91-ലെ അവസരമാണ് കോടിയേരി ഓർമ്മിപ്പിച്ചത്, ഈ ബേപ്പൂർ വടകര മോഡൽ. അത് അവിശുദ്ധ സഖ്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ ശക്തമായി അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുകയുണ്ടായി. അത്തരമൊരു സാധ്യത നിയമത്ത് ഇവർ മണത്തില്ല. അതുകൊണ്ട് അതൊരു ചതിവായിരുന്നു. ആ ചതിവിനെ അതിൻ്റെ ഗൗരവ ബുദ്ധിയാ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വയം മനസ്സിലാക്കലിൽ അവസാനിക്കേണ്ടതല്ല, ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തേണ്ടതാണ് എന്ന നിലയിൽ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം ശക്തമാക്കും എന്നാണ് ഇന്ന് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യം ആരുടെ സൃഷ്ടിയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ? വേണു, ഞാൻ വളരെ കൃത്യമായിട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഈ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പെറിയുക എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പഴഞ്ചൊല്ലാണ്. പരാജയ ഭീതി കൊണ്ട CPM എല്ലാ കാലഘട്ടത്തിലും ചെയ്യാൻ പോകുന്ന ശ്രമമാണ് ഈ വാക്കുകളുടെ പിന്നിൽ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് വേണു, എന്താണ് നേമത്ത് BJP ജയിക്കാൻ അക്കൗണ്ട് തുറക്കാൻ കാരണം? ഞാനത് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാതെ പോയത്? പലപ്പോഴും ഒരു സീറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങാൻ എന്താ കാരണം? വട്ടിയൂർക്കാവടക്കം മഞ്ചേശ്വരമടക്കം
ഈ കേരളത്തിലെ പാലക്കാടടക്കം പല നിയോജക മണ്ഡലത്തിലും BJP ജയിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്? ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി BJPയെ പരാജയപ്പെടുത്താൻ അവിശുദ്ധമായ സഖ്യമുണ്ടാക്കിയത് കൊണ്ടാണ്. ആ അവിശുദ്ധമായ സഖ്യം അത് MLA മത്സരത്തിൽ മാത്രമല്ല, അസംബ്ലി മത്സരത്തിൽ മാത്രമല്ല, അതാണ് പാർലമെന്റിൽ നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം O രാജഗോപാലിനെ തോൽപ്പിക്കാൻ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ CPIയുടെ സ്ഥാനാർത്ഥി അവസാനം കുമ്പസരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിയില്ല, അത് ശശി തരൂരിന് കൊടുത്തു. ശശി തരൂരിൻ്റെ മാർജിൻ എത്രയാ? കേവലം 20,000-ന് താഴെയാ. നിങ്ങൾ മനസ്സിലാക്കണം. വട്ടിയൂർക്കാവിൽ സീമ പറഞ്ഞു. എന്താ സീമ പറഞ്ഞത്? എനിക്ക് വോട്ട് കിട്ടിയില്ല, എൻ്റെ വോട്ട് മുരളീധരന് പോയി. കാരണം എന്താ? കുമ്മനം രാജശേഖരൻ തോൽപ്പിക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഞ്ചേശ്വരത്ത് KG മാരാരിൽ നിന്നും, അവിടെ നിന്ന് O രാജഗോപാലിൽ നിന്നും, അവിടെ നിന്ന് കുമ്മനം രാജശേഖരൻ അടക്കം ഈ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും CPM ശക്തമായി മത്സരിച്ചു എന്നാണ് പറയുന്നത്. ശക്തമായി മത്സരിച്ചാൽ വട്ടിയൂർക്കാവിൽ എങ്ങനെയാ 3-ാം സ്ഥാനത്തേക്ക് പോകുക? 3-ാം സ്ഥാനത്തേക്കല്ലേ സീമ പോയത്? അപ്പം ശക്തമായ മത്സരമാണോ അതോ വാടകയ്ക്കെടുത്ത് വോട്ട് വിറ്റ മത്സരമാണോ അവിടെ നടന്നത്? ഇനി അത് പോട്ടെ, ഇപ്പോ ഈ കാസർഗോഡ് 2 ചെറുപ്പക്കാരെ കൊന്നില്ലേ? അവിടെ 4 പഞ്ചായത്തിൽ എന്താ ഉണ്ടായത്? വട്ടിയൂർക്കാവും നിയമവും തമ്മിലൊരു താരതമ്യം സാധ്യമല്ല. കാരണം നിയമത്ത് ഏതാണ്ട് 17,000-ൽ താഴെ 16,000-ഓളം വോട്ടേ ഉള്ളൂ UDF സ്ഥാനാർത്ഥിക്ക്. ഏതാണ്ട് 60,000-ഓളം വന്ന ചരിത്രമുള്ള ഒരു മണ്ഡലമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയാണോ വട്ടിയൂർക്കാവിൻ്റെ ചിത്രം? വട്ടിയൂർക്കാവിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. ശക്തമായ മത്സരം നടന്നാൽ വട്ടിയൂർക്കാവിൽ എങ്ങനെയാ കടലാസ് പുലിയായിട്ടുള്ള BJP കടലാസ് പുലിയെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള മത്സരം നടന്നാൽ CPM 2-ാം സ്ഥാനത്ത് വരണ്ടേ? വന്നില്ലല്ലോ. ഇനി കഴിഞ്ഞ O രാജഗോപാലിന്റെ കാര്യമെടുക്കാമെന്ന്. കഴിഞ്ഞ O രാജഗോപാൽ പാർലമെന്റിൽ പരാജയപ്പെട്ടത് എങ്ങനെയാ? പരസ്യമായി പറഞ്ഞുവല്ലോ, CPIയുടെ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വോട്ട് കിട്ടിയില്ല, എൻ്റെ വോട്ട് മറിച്ചു കൊടുത്തു. ഇനി C ദിവാകരൻ, ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ നിർത്തിയിരിക്കുന്ന ആരാ? C ദിവാകരനല്ലേ? എന്തുകൊണ്ടാണ് കാനൻ രാജേന്ദ്രൻ നിൽക്കാതെ പോയത്? എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ നിൽക്കാതെ പോയത്? അപ്പോൾ ഈ C ദിവാകരൻ ഇതിനു മുമ്പ് ആരോപണ വിധേയനാണ്. ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു, CPMന്റെ വോട്ട് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ ശശി തരൂരിന് കൊടുക്കാൻ ധാരണയാണ്. ആ ധാരണ മുന്നിൽ കണ്ടുകൊണ്ട്, BJPയെ തോൽപ്പിക്കാനുള്ള ധാരണ മുന്നിൽ കണ്ടുകൊണ്ട് കടകം മറിയുന്ന 18ാമത്തെ അടവാണ് വടകരയിൽ എടുത്തിരിക്കുന്നത്. ആ വടകര സമീപനം കോലീബിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, കോലീബി സഖ്യം എന്ന് പറഞ്ഞത് 1991-ൽ പരസ്യമാക്കിയ സഖ്യമാ. പക്ഷെ ഇവരെന്നും രഹസ്യമാക്കിയ സഖ്യമാ. ഇതേ CPM BJP ഓഫീസിലും അതുപോലെ തന്നെ RSS ഓഫീസിലും ഞങ്ങളുടെ പിന്തുണയ്ക്ക് വന്ന് കരഞ്ഞവരല്ലേ, ചോദിച്ചവരല്ലേ, മേടിച്ചവരല്ലേ? അദ്വാനി പോലും പാലക്കാട് വന്ന് ഈ CPMുമായിട്ടുള്ള ധാരണയിൽ ഒരുമിച്ച് നിന്നിട്ടുള്ളതല്ലേ? അപ്പോൾ അതെന്താ മറക്കുന്നത്? ഇവർ ഞങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ അത് പരസ്യമാ. ഞങ്ങൾ രഹസ്യമായ ധാരണ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒന്നാം തരം അല്ലല്ല, അദ്വാനി വന്ന കഥയൊക്കെ ജനതാ പാർട്ടി ആയിരിക്കുന്ന ഘട്ടത്തിലാണ്. അതിനുശേഷം നിങ്ങളത് വിട്ടുപോയപ്പോൾ അനന്തരം നടന്ന തെരഞ്ഞെടുപ്പിൽ CPM ആ വോട്ട് വേണ്ട എന്നും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓർമ്മകളിലുള്ളതാണ്. ചിലത് മാത്രമല്ല എടുത്ത് ചൂണ്ടിക്കാട്ടേണ്ടത് ഈ പരസ്യവും രഹസ്യവും പറയുമ്പോൾ. അല്ല, അവിടെ വേണു ഒരു കാര്യമുണ്ട്. ഇവിടെ സംസാരിക്കുന്നത് മുഴുവൻ RSS ഉണ്ടാക്കി. നിങ്ങളിവിടെ നേരത്തെ കാണിച്ചതും RSSന്റെ ചിത്രമല്ലേ? RSS 1942 കൂടിയിട്ട് 40-ന് ശേഷം 50-നും 60-നും ഒക്കെ ഈ കേരളത്തിൽ അന്നത്തെ RSS തന്നെയാണ് ഇന്നത്തെ RSS. അപ്പോൾ RSSന്റെ പേര് പറഞ്ഞിട്ടുള്ള ഉമ്മാക്കി വേണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. RSSന്റെ ഓഫീസിൽ വന്ന് കഴുത്തിൽ കൈയിട്ട് വോട്ട് മേടിച്ചവരല്ലേ CPM? അന്ന് ഞങ്ങളുമായി ധാരണ ഉണ്ടാക്കിയവരല്ലേ CPM? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരണയുണ്ടെങ്കിൽ പരസ്യമാണ്. ഇപ്പോൾ വേണ്ടത് കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കണം, പത്തനംതിട്ടയെ തോൽപ്പിക്കണം. BJP കയറി വരുന്നു. കടലാസ് കൂടിയാണ്, പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന പരാജയ ഭീതിയിൽ നിന്നുള്ള പ്രസ്താവനയാണ്, പരാജയമാണ്. ആ പരാജയത്തെ എങ്ങനെ പരാജയപ്പെടുത്തും, എങ്ങനെയാണ് അതിനെ മറികടക്കാൻ പറ്റുക എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിതിന് വേറൊരു വശമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ ഇവിടെ മത്സരം നടക്കുന്നത് CPMും കോൺഗ്രസുമാണോ? അല്ലല്ലോ. ഇവിടുത്തെ മത്സരം എന്ന് പറയുന്നത് അസംബ്ലി അല്ല. ഇവിടെ രാഹുൽ ഗാന്ധി വേണോ, നരേന്ദ്രമോദി വേണോ? ഇതാണ് ചിന്ത. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാനല്ലേ ഞങ്ങളുടെ സാമ്പത്തിക നയം വേറെ, ഞങ്ങളുടെ വ്യവസായ നയം വേറെ, ഞങ്ങളുടെ കാർഷിക നയം വേറെ. മിസ്റ്റർ ആനത്തലവട്ടം ആനന്ദൻ, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ?
നിങ്ങൾക്ക് 4-3-7 പേര് ജയിച്ചാൽ നിങ്ങൾ അവിടെ പോയിട്ട് കൈ ഉയർത്താൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കല്ല എന്ന് പരസ്യമായി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് പരസ്യമായി പറഞ്ഞ് അന്തസ്സോടുകൂടി വോട്ട് ചോദിക്കും നിങ്ങൾ? അത് നിങ്ങൾക്ക് പറ്റുമോ? ഈ ഇന്നലെ നടന്ന കന്യാകുമാരിയിലെ ഇന്നലെ നടന്നിട്ടുള്ള സമ്മേളനത്തിൽ CPM-ന്റെ ആളുകളും DMK-യും കോൺഗ്രസ് ഒരുമിച്ചല്ലേ 2 സീറ്റ് എന്തിനാ മാറ്റിയിട്ടിരിക്കുന്നത്? ഇപ്പോഴും ബംഗാളിൽ ഇന്ത്യ മുഴുവനും നടന്ന് ഇവർ പറയുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്നാ. അപ്പം മത്സരം മോദിയും രാഹുലും ഇവർ തമ്മിൽ നടക്കുന്ന സൗഹൃദ മത്സരമാണ്. ഞാനിപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, വേണു, ഇത് പിണറായി വിജയന്റെ മനോഹരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഈ P. ജയരാജനെതിരാണ് പിണറായി വിജയൻ. P. ജയരാജനെ തോപ്പിക്കണം. അതിനുവേണ്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം. അത് മാറ്റി ഇനി തോപ്പിക്കും. അതിനുവേണ്ടിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ശശി തരൂരിന് വോട്ട് കൊടുക്കും, മുരളിയെ ഇവിടേക്ക് കൊണ്ടുവരും. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങൾ പറയുന്നത്. കോടിയേരി ആവർത്തിച്ച ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, മുരളി വടകരയിൽ മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്യാനുള്ള ബാധ്യത എങ്ങനെയാണ് BJP-യുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് വരുന്നത്? എങ്ങനെയാണ് ആ ബാധ്യത കോഴിക്കോട്ടെ യുവമോർച്ച ജില്ലാ സെക്രട്ടറിക്ക് വരുന്നത്? ഏത് തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി BJP-യെ സ്വാഗതം ചെയ്തു എന്നാണ് ഇന്നലെ വാർത്ത വന്നതും ഇന്നത് കോടിയേരി ആവർത്തിച്ചതും. അത് സ്ഥിരീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല. രാഷ്ട്രീയ പ്രതികരണം ഞാൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ല, ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തായ വേണുവിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ, ഏതൊരു ചെറുപ്പക്കാരൻ, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ തൃശ്ശൂർക്കാരനാ, ഞാൻ അറിഞ്ഞിട്ടില്ല, ഏതൊരു ചെറുപ്പക്കാരന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നതാണ് ഒരു പാർട്ടിയുടെ സമീപനം. ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഔപചാരികമായിട്ട് ഈ കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ ചുമതലപ്പെട്ട ആളുകളാ അവിടെ മത്സരിക്കാൻ പോകുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളാ, സ്വതന്ത്രനല്ല. BJP-യുടെ ചുമതലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നാളത്തെ ലിസ്റ്റിലുണ്ടാവും. ഇവർ ഇത്ര നേരം പറഞ്ഞല്ലോ ന്യൂനപക്ഷ വിരുദ്ധ ഈ പരസ്പര ധാരണ രഹസ്യമായിരിക്കുന്നതിന്റെ തെളിവായി അങ്ങ് പറഞ്ഞത് കാനവും കോടിയേരിയും തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല എന്നാണ്. വടകരയിൽ അങ്ങനെ ആവട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്? സജീവനെ നിങ്ങൾ എത്ര ഉയർത്തിക്കാട്ടിയാലും അതൊരു വലിയ സ്ഥാനാർത്ഥിയാവുന്നത് എങ്ങനെയാണ്? നിങ്ങളെ സംബന്ധിച്ച് ശക്തരുടെ ഒരു നിരയുണ്ടല്ലോ. ആ ശക്തരുടെ നിര മുഴുവൻ ഈ പോർക്കളത്തിൽ ഇറങ്ങാതിരിക്കുകയാണല്ലോ. ഇപ്പോൾ BJP-യെ സംബന്ധിച്ച് എല്ലാവരും ആശങ്കപ്പെടുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് എല്ലാ സ്ഥാനാർത്ഥികളെയും പത്തനംതിട്ടയിലേക്ക് തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ടാകുമോ എന്നാണ്. കാരണം എല്ലാവർക്കും വേണ്ടത് ഒറ്റ മണ്ഡലമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്ഥിതി. നിങ്ങൾ മത്സരിക്കാനില്ല, ഇനി മത്സരിക്കാനുണ്ടെങ്കിൽ അത് ഒരൊറ്റ സ്ഥലത്തേക്ക് മാത്രം. എന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പരസ്പര ധാരണയുണ്ട്, അതിന് തെളിവായി കാനം മത്സരിക്കുന്നില്ല എന്നും കോടിയേരി മത്സരിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നത്. ആ പൊരുത്തക്കേടിന് മറുപടി ശ്രീ ഗോപാലകൃഷ്ണൻ. വേണു, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. നാളെയാണ് ഞങ്ങളുടെ ഔപചാരികമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക വരിക. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയാലും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തെ അറിയുന്ന, ആ മണ്ഡലത്തിലെ പ്രവർത്തകരുമായി ബന്ധപ്പെടുന്ന, ആ മണ്ഡലത്തിലെ പ്രവർത്തകരുമായിട്ട് ജീവിതം കഴിക്കുന്ന ഒന്നാം തരം സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവതരിപ്പിക്കും. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. ഞങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ ആർക്കെങ്കിലും പിന്തുണ കൊടുത്താൽ നിങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ സംസ്ഥാനത്തിന് ചുമതലപ്പെട്ട ആളുകളെ ഈ രീതിയിൽ നിങ്ങൾ അപമാനിക്കരുത്. അത് ശരിയല്ല. പ്രതികരണങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തിരികെ എത്താം. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, അല്ല അതിലെ ഞാൻ വേണു പറഞ്ഞോളൂ. അല്ല ഞാൻ അങ്ങയോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ ചുമതലപ്പെട്ട ആളുകൾ മത്സരിക്കുന്നത് കുറവായിട്ടോ അത് ദൗർബല്യമായിട്ടോ അത് ശരിയായിട്ടുള്ള സ്ഥാനാർത്ഥി അല്ല എന്ന് പറയരുത്. കാരണം ഞങ്ങൾ വളർന്നു വരുന്നത്. ശരി, ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഇവിടെ നിങ്ങൾ ഈ നിയമമാണ് ഏറ്റവും ശക്തമായൊരു ചൂണ്ടുപലകയായി കാട്ടുന്നത്. അത് ശരിയാണ്, കാരണം അക്കൗണ്ട് തുറന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷെ മറുവശത്ത് ഗോപാലകൃഷ്ണന്റെ ചോദ്യവും പ്രസക്തമാണ്. എന്തുകൊണ്ട് ചിലയിടങ്ങളിൽ അക്കൗണ്ട് തുറക്കപ്പെടുന്നില്ല? അതും പ്രധാനമാണ്. അവിടെയും ഒത്തുകളിയുടെ സാധ്യതകൾ ആരായപ്പെടേണ്ടതുണ്ട്. അതിന് നല്ല ഉദാഹരണമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് 2006 ആരാണ് ജയിച്ചത്? കുഞ്ഞമ്പുവാണ്. ചെർക്കളത്തെയാണ് തോൽപ്പിച്ചത്. 2009-ലും 2006 കുഞ്ഞമ്പു, പിന്നെ ഈ പറയുന്ന 2011-ലും 2016-ലും ലീഗിൻ്റെ തന്നെ പ്രതിനിധിയാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ വിജയമെന്ന് പറയുന്നത് 89 വോട്ടിനോ മറ്റോ ആണ്. നിങ്ങൾ ജയിച്ചപ്പോഴായാലും ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോഴായാലും രണ്ടാം സ്ഥാനത്ത് ആരായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് BJP ആണ്. സുരേന്ദ്രൻ എന്നൊരു കരുത്തൻ വന്നതുകൊണ്ട് നേടിയതാണെന്നും പറയാൻ കഴിയില്ല. നാരായണ ഭട്ട് മത്സരിച്ചപ്പോഴും രണ്ടാം സ്ഥാനത്ത് വന്നു. അദ്ദേഹം കരുത്തനാണോ അല്ലയോ എന്ന് ഞാൻ ആക്ഷേപിക്കാനൊന്നും അല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ എനിക്കറിയില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം മാത്രമാണ് പറയുന്നത്.
അപ്പോൾ ഒരാൾ കരുത്തനാണോ അല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയൊന്നുമല്ല. രണ്ടാം സ്ഥാനത്ത് BJPയെ നിലനിർത്തിക്കൊണ്ട് 1ഉം 3ഉം നിങ്ങൾ മാറി മാറി പങ്കിട്ടിട്ടുണ്ട്. അത് യാദൃച്ഛികമാണെന്ന് കരുതാൻ കഴിയില്ല. അങ്ങനെ എവിടെ അക്കൗണ്ട് തുറന്നില്ല എന്നൊരു മറുവാദത്തിന് പ്രസക്തിയുണ്ട്. നിയമം മാത്രം വെച്ചുകൊണ്ട് അല്ല കോൺഗ്രസിനെ ഈ പറയുന്ന രൂപത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ടത്. ശ്രീ ആനത്തലവട്ടം, ഈ 2-3 വിഷയങ്ങൾ അവിടെയുണ്ട്. എൻ്റെ സ്നേഹിതൻ വാഴയ്ക്കൻ പറയുണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെട്ടു, ആ ചിഹ്നം രക്ഷിക്കാനാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന്. ഞങ്ങളുടെ ചിഹ്നവും ഞങ്ങളുടെ പാർട്ടിയും രാജ്യത്തെ ജനങ്ങൾ ഉള്ളിടത്തോളം കാലം കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്ന